മരുഭൂമിയിലെ മട്ടുപ്പാവിനെ പച്ചപ്പാക്കി മാറ്റിയ ദമ്പതികളുണ്ട് അബുദാബിയിൽ. കോഴിക്കോട് കുറ്റ്യാടി കക്കട്ടിൽ സ്വദേശികളായ യാസിറും ഭാര്യ ലെമിനയും. ഇവരുടെ മട്ടുപ്പാവിൽ മുളയ്ക്കാത്ത വിത്തുകളോ വിളയാത്ത പച്ചക്കറികളോ ഇല്ല. മൈലാഞ്ചിയാണ് നാട്ടിലെ മൈലാഞ്ചി, പിന്നെ വഴുതനിങ്ങ, കൂർക്കലല്ലേ, കൂർക്കലാണിത്, വാഴ. മരുഭൂമിയാണെന്നും കൃഷി ഇറക്കാൻ മണ്ണില്ലെന്നും പച്ചക്കറികൾ വിളയില്ലെന്നും പരിതപിക്കുന്നവർ ഇത് കാണണം. 100% വിളവ് തരുന്ന മട്ടുപ്പാവിലെ കൃഷി. പച്ചമുളക് മുതൽ ഓറഞ്ച് വരെ സുലഭമാണ് ടെറസിലെ ഈ കൃഷിയിടത്തിൽ. കുട്ടിക്കാലത്ത് ഞാനൊരു കർഷക കുടുംബത്തിൽ ജനിച്ച് വളർന്നതാണ്. അപ്പോൾ കുട്ടിക്കാലങ്ങളിലൊക്കെ ഈ വീട്ടിൽ ഉമ്മയും ഉപ്പയൊക്കെ കൃഷി ചെയ്യുമ്പോൾ അവരുടെ കൂടെ സഹായത്തിനൊക്കെ നിന്നിരുന്നു. അന്നുള്ള ഒരു അറിവ് വീണ്ടും ഇപ്പോൾ ഇതുപോലെ ഒരു സമയവും സ്ഥലവും ഒക്കെ കിട്ടിയപ്പോൾ അത് വീണ്ടും ഒരു പാഷനായി വന്ന് അതങ്ങനെ എക്സിക്യൂട്ട് ചെയ്യായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചട്ടിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് പിന്നെ ഞങ്ങൾ ഓരോ ചട്ടിയെ കൂട്ടിയാണ് ഒരു 10-15 വർഷം കൊണ്ടാണ് ഇത്രയും ആയി തീർന്നത്. 15 വർഷമായി അബുദാബിയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന യാസിറിന്റെയും ഭാര്യ ലെമിനയുടെയും മക്കളുടെയും ഇടവേളകളിലെ അധ്വാനം. അബുദാബി മുഹമ്മദ് ബിൻ സായിദ് സിറ്റിയിലെ വില്ലയിലാണ് ഇവർ റൂഫ് ഗാർഡൻ ഒരുക്കിയിരിക്കുന്നത്. ഈ വർഷം ഞങ്ങൾ പുതിയൊരു മാറ്റം വരുത്തിയെന്ന് വെച്ചാൽ ഓർണമെന്റൽ പ്ലാന്റ്സ്, പൂച്ചെടികൾ കുറച്ച് അധികമായി ചെയ്യുന്നുണ്ട്. മല്ലിക, ചെട്ടി, അതുപോലെ തന്നെ വാടാമല്ലി, അങ്ങനെയുള്ള മറ്റ് ചെടി ഓർണമെന്റൽ പ്ലാന്റ്സ്, ബോഗൻ വില്ല, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആമ്പൽ ചെടി പോലും ഇപ്രാവശ്യം ഞങ്ങൾ വളർത്തി വലുതാക്കിയിട്ടുണ്ട്. അതാണ് ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഓർണമെന്റൽ പ്ലാന്റ്സും പച്ചക്കറിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു രീതിയാണ് ഇപ്രാവശ്യം ഞങ്ങൾ ചെയ്തത്. ഉപയോഗശൂന്യമെന്ന് പറഞ്ഞ് പലരും വലിച്ചെറിയുന്ന പാത്രങ്ങളും ബക്കറ്റുകളും ഒക്കെയാണ് ടെറസിൽ പച്ചവിരിയിക്കുന്ന കൃഷിയിടമായി മാറുന്നത്. ജോലിയും വീട്ടിലെ പണികളും കഴിഞ്ഞുള്ള ഒഴിവു സമയങ്ങളിലാണ് കൃഷി. സ്വന്തമായി ചില പൊടിക്കൈകളും ഇവർ കൃഷിയിൽ പ്രയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു മെയിൻ ഒരു പ്രത്യേകത ഇത് എന്ന് വെച്ചാൽ മണ്ണ് എന്നുള്ളതാണ്. മണ്ണ് നമ്മൾ ഇവിടുത്തെ മണ്ണിൻ്റെ ഒരു പ്രത്യേകത സോൾട്ടി മണ്ണാണ്. അതുപോലെ തന്നെ സൾഫർ കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് സ്വീറ്റ് സാൻഡ് നമ്മൾ അലൈൻ പോലെയുള്ള പ്രദേശങ്ങൾ ദൂര സ്ഥലത്തുനിന്ന് സ്വീറ്റ് സാൻഡ് കൊണ്ടുവന്ന് അതും പോട്ടിംഗ് സോയിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഭാരിച്ച പണി എന്ന് പറയുന്നത്. മണ്ണ് കൊണ്ടുവരിക, പ്രത്യേകിച്ച് റൂഫായതുകൊണ്ട് 2ാം നിലയുള്ള റൂഫാണ്, താഴ്ന്ന് തലച്ചുമടായിട്ട് കൊണ്ടുവരണം. അത് മിക്സ് ചെയ്ത് നല്ല മണ്ണാക്കിയതിന് ശേഷം നമുക്ക് കൃഷി ചെയ്താൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ പച്ചക്കറികളും നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. മത്തൻ, വെള്ളരി, കുമ്പളം, പാവയ്ക്ക, പടവലം, വെണ്ട, പയർ, കോവയ്ക്ക, പട്ടിക ഇങ്ങനെ നീണ്ടുപോകും. ബീൻസ്, വഴുതന, ചുരയ്ക്ക, തക്കാളി, പച്ചമുളക് തുടങ്ങി എല്ലാ ഇനം പച്ചക്കറികൾക്കും 100 മേനി വിളവ്. പൊതുവെ ഞങ്ങളൊരു 6 മാസത്തോളം വെജിറ്റബിൾസ് വാങ്ങിക്കാറില്ല. ഇവിടെയുള്ള സെപ്റ്റംബർ, ഒക്ടോബറോടുകൂടി എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ഇവിടുന്ന് പറിച്ചെടുത്ത് കറി വെക്കാനൊക്കെ ഉണ്ടാവും. ഒരു 6 മാസം ഞങ്ങൾ വെജിറ്റബിൾ വാങ്ങിക്കാറില്ല. ഇവിടെ പയറുണ്ട്, 2-3 തരം പയറുണ്ട്, കോവക്ക, പാവക്ക, ചീര, കറിവേപ്പില തുടങ്ങി ഇലവർഗ്ഗങ്ങളുമുണ്ട്. നീർമാതളം, ഓറഞ്ച്, വാഴപ്പഴം തുടങ്ങി പഴവർഗ്ഗങ്ങൾ വേറെ. നല്ല ബലം ഇതൊക്കെ ആവശ്യമുള്ള മണ്ണ് മിക്സിങ്, മണ്ണ് എടുത്തുകൊണ്ടുവരിക, പന്തലിടുക, ഇതുപോലത്തെ ഒക്കെയാണ് ചെയ്യുന്നത്. വെള്ളം നനയ്ക്കുക, വിത്തിടുക, ഇതുപോലത്തെ വർക്കുകളൊക്കെ ഞാനും ചെയ്യും. 2 പേരും കൂടിയിട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലും തീരില്ല യാസിറിന്റെയും ലെമിനയുടെയും മക്കളുടെയും പരീക്ഷണങ്ങൾ. അലങ്കാര മത്സ്യങ്ങൾ, ലവ് ബേർഡ്സ്, ഇങ്ങനെ കാഴ്ചകൾ നിരവധിയുണ്ട്. ചുരുക്കത്തിൽ അത്യപൂർവമായി മാത്രമേ ഇവർ പച്ചക്കറി മാർക്കറ്റിൽ പോകാറുള്ളൂ. മാത്രമല്ല ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും ആവശ്യത്തിനുള്ള പച്ചക്കറികളും ഇവർ എത്തിക്കും. ഒരു 4 മുതൽ 6 മാസമുള്ള പച്ചക്കറി ഞങ്ങൾ ഇവിടെ തന്നെ കൃഷി ചെയ്യാനാണ്. എന്നാലും നമ്മളെ സുഹൃത്ത് സർക്കിളിലെ ഫ്രണ്ട് സർക്കിളിൽ എല്ലാവർക്കും ഇവിടെ വരുന്നവർക്കൊക്കെ ഗിഫ്റ്റായിട്ട് ഞങ്ങൾ സാധാരണ കൊടുക്കാറ് ഇത് പച്ചക്കറിയാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും പാർട്ടിക്ക് വീടുകളിലൊക്കെ പോകുമ്പോഴും ചോക്ലേറ്റ് ഇതൊക്കെ വാങ്ങിക്കുന്നതിന് പകരം ഇവിടെയുള്ള പടവലം, വെണ്ട, മത്തനൊക്കെ എടുത്തിട്ടാണ് അവരുടെ വീടുകളിലൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കാറ്. ഞങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ തീരെയില്ല, കാണില്ല. ഇതുപോലെ ഇത്രയും കുമ്പളമൊന്നും ഞങ്ങൾ യൂസ് ചെയ്താൽ തീരില്ല. അതുകൊണ്ട് ഫ്രണ്ട് സർക്കിളൊക്കെ
ഡിസ്ട്രിബ്യൂട്ട് ചെയ്താണ് സാധാരണ ഇതൊരു ചെയ്യാറ്. 4 മാസത്തോളം ഉണ്ടാവും, മാറി മാറി ഓരോരോ വെജിറ്റബിൾസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. മക്കളായ ഇഫ്റ്റിനും സന്നയുമെല്ലാം ആവേശത്തോടെ മാതാപിതാക്കൾക്കൊപ്പം ഉണ്ടാകും. യാസറും ലെമിനയും കൃഷിയെക്കുറിച്ച് ഇവർക്ക് പറഞ്ഞു കൊടുക്കും. നാട്ടിൽ കൃഷിയെ സ്നേഹിക്കുകയും കൃഷിയിടങ്ങളിൽ സമയം ചെലവിടുകയും ചെയ്തതിന്റെ ഒരു തുടർച്ചയാണ് മട്ടുപ്പാവിലെ ഈ കാർഷിക പരീക്ഷണങ്ങളെന്ന് ഇവർ പറയും. പുതുതായിട്ട് തുടങ്ങുന്നവർ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ തക്കാളിയാണ്. ഈ ഒരു ക്ലൈമറ്റിൽ തക്കാളി നന്നായിട്ടുണ്ടാവും. കാരണം ഇവിടെ മോയ്സ്ചർ കണ്ടന്റ് കുറഞ്ഞായതുകൊണ്ട് തക്കാളി മോയ്സ്ചർ കണ്ടന്റ് കുറഞ്ഞ അറ്റ്മോസ്ഫിയറിലാണ് കൂടുതൽ നന്നായി ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കറി വെക്കാൻ വാങ്ങിക്കുന്ന തക്കാളിയിൽ നിന്ന് വിത്തെടുത്തിട്ട് 2-3 ചട്ടിയിൽ പോട്ടിംഗ് സോയിൽ ഫില്ല് ചെയ്തിട്ട് അതിൽ വിത്തിട്ടിട്ട് അതിനങ്ങനെ തുടങ്ങുന്നതായിരിക്കും നന്നാവുക. പോട്ടിംഗ് സോയിൽ നമുക്ക് ഏത് ഹൈപ്പർ മാർക്കറ്റിലും ലഭ്യമാണ്. ഒരു ചാക്ക് വാങ്ങിച്ചാൽ 3-4 ചട്ടിയിൽ ഫില്ല് ചെയ്യാനുണ്ടാവും. അതിൽ നമ്മളെ തക്കാളി വിത്തിട്ടിട്ട് തുടങ്ങാം. തക്കാളി നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ പച്ചക്കറി വേസ്റ്റ് തന്നെ വളമായിട്ട് ഇട്ട് കൊടുത്താൽ തൽക്കാലം ചായയുടെ വേസ്റ്റും കോഫിയുടെ വേസ്റ്റും അതുപോലെ തന്നെ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ചെറിയ രീതിയിൽ ഇട്ട് കൊടുത്താൽ തക്കാളി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. ചൂടുകാലത്തിന്റെ ഒടുവിൽ കൃഷി ഇറക്കും. തണുപ്പ് കൂടുന്നതിനനുസരിച്ച് പച്ചക്കറികൾ തഴച്ചു വളരും. എല്ലാ ദിവസവും എല്ലാ ചെടികളെയും ശ്രദ്ധയോടെ പരിപാലിക്കും. ചെടികളെ സ്നേഹിക്കും. ആ സ്നേഹത്തിന്റെ കൂടി പ്രതിഫലമാണ് യാസിറിന്റെയും ലെമിനയുടെയും ഈ ഹരിത സാമ്രാജ്യം.